ഭാഗമാക്കാവുന്ന ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ പരിസരങ്ങളിൽ അദ്ദേഹം ഒരു സാംസ്കാരിക പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കപ്പെടുകയാണ്. അന്ന് അക്കാലത്തൊന്നും സാധാരണ ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ സാംസ്കാരിക പ്രഭാഷണം അങ്ങനെ നടന്ന അങ്ങനെ പതിവൊക്കെ അങ്ങനെ കണ്ടുവരാറില്ല, പതിവില്ല, ആയി വരുന്നതേ ഉള്ളൂ. അന്ന് അതിയാമ്പൂര് വന്ന് അദ്ദേഹം സംസാരിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിയാമ്പൂര് എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നായിരുന്നു അദ്ദേഹം ചിലപ്പോൾ നേരത്തെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവാം. എന്തായാലും അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ആലോചിച്ചത് അതിയാമ്പൂര് എന്ന പേരെങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു രീതി എന്ന് പറയുന്നത് ആദി പയ്യന്റെ ഊര്. പയ്യന്നൂര് എന്നുള്ളത് പയ്യന്റെ ഊരാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതിയാമ്പൂര് എന്ന് പറയുന്ന സ്ഥലം, ആ പേര് വന്നിരിക്കുന്നത് ആദി പയ്യന്റെ ഊര് എന്നുള്ള അർത്ഥത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ സ്ഥലം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു തന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത്തരത്തില് ഒരു സ്ഥലനാമത്തെ വിശകലനം ചെയ്ത് ആ പേരിലേക്ക് എങ്ങനെ എത്തിയെന്ന് കണ്ടുപിടിക്കാൻ അതുവരെ ആരും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തു. അതിനുശേഷവും അദ്ദേഹം അത് പറഞ്ഞു പോയതിനു ശേഷം ഇങ്ങനെയാണ് ഈ പേര് വന്നിട്ടുണ്ടാവുക എന്ന് ആരും പറയുന്നതായിട്ട് പിന്നീടും കേട്ടിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ആദ്യമായി അദ്ദേഹം അത് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഹസ്തരേഖാ ശാസ്ത്രത്തോടൊപ്പം അദ്ദേഹം വ്യവഹരിച്ചിരുന്ന വേറൊരു മേഖലയാണ് ഫിലോസഫി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പിന്നീട് കാൻഫെഡിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലും ഒരുപക്ഷെ ഈ പ്രദേശത്താകെ തന്നെ നീലേശ്വരം കാഞ്ഞങ്ങാട് പ്രദേശങ്ങൾ, കാഞ്ഞങ്ങാട് ജനതാ കോപ്പറേറ്റീവ് പ്രസിന്റെ ആദ്യകാല അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് മുതൽ ഇങ്ങോട്ട് അതിന്റെ കെ നായരിന്റെ അവസാന ദിവസം വരെ അതിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടിന് 2 പത്രം അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഒന്ന് ക്രാന്തദർശി എന്നാണ് അതിന്റെ പേര്, മറ്റൊന്നിന്റെ പേര് എന്റെ മനസ്സിൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഈ 2 പത്രങ്ങളിലും അന്നത്തെ കാലത്ത് അതിന്റെ മുഖപ്രസംഗം പലപ്പോഴും എഴുതിയിരുന്നത് കെ നായരാണെന്ന് എനിക്ക് നേരിട്ട് അറിയാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് മേഖലകളിൽ കെ നായരുടെ സാന്നിധ്യം നമ്മുടെ ഈ ജില്ല ആകെ തന്നെ ഉണ്ടായിരുന്നു. PN പണിക്കരോടൊപ്പമുള്ള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അത് എത്രയോ തവണ നമ്മൾ ഈ മുറ്റത്ത് തന്നെ പലരുടെയും വാക്കുകളിലൂടെ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 20-ാം തീയതിയാണ് വിദ്വാൻ കെ നായരുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ താലൂക്ക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ താലൂക്ക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിലിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ധർമ്മരാജൻ അടാട്ട് ആണ്. പക്ഷെ ആ ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെയും കൂടെ നമ്മുടെ സംസ്ഥാന ഗ്രന്ഥശാല സംഘത്തിന്റെ ഒരു ആ വകുപ്പിന്റെ ഇതും കൂടെ അദ്ദേഹത്തിനുണ്ട്, അതിന്റെ ചുമതലയും കൂടെ അദ്ദേഹത്തിനുണ്ട്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ അത് വന്നിട്ടുള്ളത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ റോജി എം ജോണിനെ മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം വളരെ സൗമ്യൻ, ചെറുപ്പം. അദ്ദേഹത്തിന് ഈ അവിടുന്ന് പോയിട്ട് 2ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിനൊരു പെൺകുഞ്ഞ് ജനിച്ചു. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ട് തോന്നുന്നു പത്രത്തിൽ. അപ്പൊ അത്രയും ചെറുപ്പമാണ്. റോജി എം ജോൺ കെ നായരെ അനുസ്മരിച്ചുകൊണ്ട് അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. എങ്കിലും കാമ്പിളുടെ 1-2 വാക്കുകൾ മാത്രമേ പറഞ്ഞു. പക്ഷെ അദ്ദേഹം സംസാരിച്ച വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം അനുസ്മരണത്തിലാവട്ടെ ഇല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലാവട്ടെ 50 വയസ്സിന് താഴെയും 18 വയസ്സിന് മുകളിലുമുള്ള ആരെയും കാണാത്തത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു ആ സംഭാഷണം. അദ്ദേഹം അതിന് അൽഗോരിതത്തിന്റെ തടവറിലാണോ എന്ന് ചോദിക്കുന്നു. അൽഗോരിതം നമുക്കറിയാം, നമ്മളെല്ലാവരും വാട്സപ്പിൽ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മറ്റേതെങ്കിലും
സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏതാണോ ആദ്യം നോക്കിയത് അതിനനുസരിച്ച് ചെറുപ്പക്കാരായ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് ഫീലിംഗ് വരും നമുക്ക്. ആരാണോ ഈ വാട്സപ്പ് നിയന്ത്രിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലത്തെ ഏത് ഘടകം നിയന്ത്രിക്കുന്ന അത് ഓട്ടോമാറ്റിക്കാണ്. ആരവിടെ ഇരുന്നിട്ട് ചെയ്യുന്നൊന്നുമല്ല. അത് AI എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണമാണ്. നമ്മൾ എന്താണോ നോക്കിയത് അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരൂ. അതായത് നമുക്ക് വൈവിധ്യമുണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി റോജി എം ജോൺ ഇത് പറയുന്നുണ്ട്. അത് 10 മിനിറ്റ് മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. ഈ അൽഗോരിതം വലിയൊരു കെണിയാണ്. നമുക്ക് വൈവിധ്യം ഒരിക്കലും നേടാനാവില്ല എന്നാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈവിധ്യമായ കാര്യങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറുമരുന്നുള്ളൂ. നമുക്ക് താല്പര്യമുള്ള അഥവാ ഇതിന് താല്പര്യമില്ലെങ്കിലും വിവരം കിട്ടണം എന്നുള്ളത് കൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്തത് നമ്മൾ തോന്നണം. അപ്പോൾ മാത്രമേ ഇത് വരുള്ളൂ, ഇല്ലെങ്കിൽ വരില്ല. അപ്പൊ ഇത്തരം പരിമിതികളിൽ കുടുങ്ങിക്കിടക്കുന്ന യുവത ഇന്ന് നമുക്കറിയാം, ഡൽഹിയിൽ വലിയ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഒരു മന്ത്രി ഇന്ന് ഉച്ചയോടുകൂടെ രാജിവെച്ചു എന്നൊക്കെ ഉള്ള വാർത്തകളും എല്ലാവരും അറിഞ്ഞു കാണും. അതില് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ഇവിടെ നിന്നോട്ട് പ്രദേശത്ത് കയറുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഇവിടുന്ന് കണ്ടു. അവർ പറയാണ്, അത്രേ ഉള്ളൂ, ഒരു 30 വയസ്സിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അവർ പറയാണ്, നിങ്ങൾ വാട്സപ്പിലൂടെ അറിയുന്നത് നിർത്തി 2 പുസ്തകം വായിക്കൂ. ആരോടെ പറയുന്നതെന്ന് അറിയൂ? നമ്മുടെ ദേശത്തിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. വാട്സപ്പിലൂടെ കിട്ടുന്ന ആ ഇൻഫോർമേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ 2 പുസ്തകം വായിക്കൂ എന്നാണ്. ഇത് തന്നെയാണ് റോജി എം ജോൺ നമ്മളോട് പറയാതെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് വിദ്വാൻ KK നായരുടെ പ്രസക്തി? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാവുക എന്നുള്ളിടത്തേക്കാണ് ഞാൻ നിങ്ങളോട് 2 വാക്ക് പറയാൻ ശ്രമിക്കുന്നത്. വിദ്വാൻ KK നായർ ഒരുപക്ഷെ കണ്ണൂർ, അന്നത്തെ അവിഭക്ത കണ്ണൂർ ജില്ല മുഴുവൻ ആകെയും തന്നെയും, അതേപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള വടക്കൻ കേരളത്തിൽ പൊതുവെയും കേരളത്തിൽ ആകെ തന്നെയും അദ്ദേഹം നമ്മോട് പറയാൻ ശ്രമിച്ചത് വായിക്കൂ എന്ന് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത എല്ലാവർക്കും പരിചിതമാണല്ലോ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, പക്ഷെ വളയും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. കുറെ ദശകങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അതിനും ദശകങ്ങൾക്ക് മുമ്പാണ് ഇവരുടെയൊക്കെ ഈ പ്രവൃത്തി മൂലം നമ്മളോട് വായിക്കാനുള്ള ആവശ്യം, വായിക്കണം എന്നുള്ളത് ഒരു ബോധം, എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സിലേക്ക് ബോധതലം കടന്നു വരേണ്ടത് എന്നുള്ളത് നല്ല വായനാശീലമുള്ള ആൾക്കാർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് വളരെ കൃത്യമായി ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള KK നായർ മാഷ്ക്ക് അന്ന് തന്നെ ബോധ്യമുണ്ടായിരുന്നു. ഏതാണ്ട് നമുക്ക് ഒരു 60 വർഷം മുമ്പ് ആയിരുന്നു അദ്ദേഹം പ്രവർത്തന മണ്ഡലത്തിൽ ഈ പ്രദേശത്ത് ആകെ തന്നെ നിറഞ്ഞു നിന്നിരുന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ വായനയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബോധത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതും കൂടിയാണ് KK നായർ മാസ്റ്റർ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്ന് എത്രാമത്തെയാണ് ചരമവാർഷികം? 35 അല്ലേ? 35. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 35 വർഷം കഴിയുമ്പോഴും അദ്ദേഹം അന്ന് എന്താണോ നമ്മോട് പറയാൻ ശ്രമിച്ചത് അത് അന്നത്തെ കാലത്തെക്കാളെ ഒരു 10 മടങ്ങ് പ്രസക്തമായി നമ്മൾ ഇന്നത്തെ കാലത്ത് നിൽക്കുന്നു. 1-2 മടങ്ങൊന്നുമല്ല, 10 മടങ്ങ് പ്രസക്തമായി. കാരണം അന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കാനോ അത് കേട്ടിട്ട് അത് അനുസരിക്കുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആ കേട്ടതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നാനോ ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും അത്തരം തോന്നലുകൾ പോലും നമുക്കില്ല. ഇതിനാരാണ് കാരണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. റോജി എം ജോൺ കഴിഞ്ഞ ആഴ്ച ആ പ്രഭാഷണത്തിൽ പറയുന്ന കാര്യം, ഇത്തരത്തിൽ യുവത വായനയിലേക്ക് മാറണം. വായിക്കാൻ തുടങ്ങുന്നിടത്ത് മാത്രമേ നമ്മുടെ ബോധവും ചിന്താശേഷിയും യുക്തി ഭദ്രതയും നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. ഇല്ലാതെ ഒരിക്കലും കടന്നു വരാൻ സാധ്യത
ഇല്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതിന് അടിവരയിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു വിദ്വാൻ കെ നായരെ പോലുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ ദശകങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന് തന്നിരുന്നത്. നമുക്ക് ഇന്നും അത് എത്രത്തോളം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറെ സംശയമുണ്ട്. പക്ഷെ നമ്മളോട് കാലം അത് ആവശ്യപ്പെടുന്നു. കാരണം നമ്മൾ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ പിന്നെ അടുത്ത 100 വർഷം ആവുന്ന സമയത്താകുമ്പോഴത്തേക്കെങ്കിലും ഇന്ത്യ ഒരു വികസിത രാജ്യമാണെന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 400 വർഷം മുമ്പ്, ഏതാണ്ട് 400-500 വർഷം മുമ്പ് ജപ്പാൻ ഒരു വ്യാവസായിക രാഷ്ട്രമാണ്. നമ്മളൊന്ന് ആലോചിച്ചു. 400 വർഷം മുമ്പ് ഇൻഡസ്ട്രി ആയിരുന്നു ജപ്പാന്റെ. അന്നത്തെ ചക്രവർത്തിമാരിലൊക്കെ അന്നത്തെ അവിടെ അതിനെ അന്നും വ്യാവസായിക രാജ്യമായിട്ടാണ് ഇന്ത്യ. അവിടെ നിന്ന് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ബ്രിട്ടൻ വലിയ വ്യാവസായിക രാജ്യമായി മാറുന്നത്. വ്യവസായം കൊണ്ട് എല്ലാം ആയി എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ വികസനത്തിന്റെ ഒരു 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 കാൽവെപ്പ് എന്നുള്ളത് വ്യാവസായിക വികസനത്തിലും കൂടെ പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഞാനത് പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് യുവതയ്ക്ക് ഏറെ ജോലി സാധ്യതകളും കാര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ജീവിതത്തിൽ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും മുതിർന്നവർ, ഞാൻ ഇന്ന് എൻ്റെ കൊച്ചുമകളോട് ഇന്നലെ ഒരു കഥ പറഞ്ഞു. എൻ്റെ അച്ഛൻ പഠിച്ചത് ഇവിടെ രാജേഷ് ഹൈസ്കൂളിൽ. അത് കാലം 1950കളിലാണ്. 50കൾ 50അല്ല 42 43 ആ കാലഘട്ടത്തിലാണ്. അന്ന് കാഞ്ഞങ്ങാട് ഹൈസ്കൂളില്ല. ദുർഗ ഹൈസ്കൂൾ വരുന്ന 1945 ശേഷമാണ്. അപ്പൊ അച്ഛന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിൽ വെള്ളിക്കോത്ത് താമസിക്കുന്ന അച്ഛൻ ഇവിടെ രാജാസിന് വന്നേ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ കൊച്ചുമകൾ, അവൾക്ക് 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോയത്. എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ആ അച്ചാച്ചൻ സ്കൂളിലേക്ക് വന്നിരുന്നത് ഏതാണ്ട് ഇവിടുന്ന് 12-13 കിലോമീറ്റർ ദൂരത്തുള്ള വെള്ളിക്കോട്ടേക്ക് നടന്നിട്ടായിരുന്നു എല്ലാ ദിവസവും. അത് ഒരാൾ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടോ, ഒരുപാട് പേര് കൂടെ ഉണ്ട്. അപ്പൊ ഇവര് നടന്നിട്ട് 12 കിലോമീറ്റർ. അന്ന് റോഡില്ലാതിരിക്കുമ്പോൾ പിന്നെ റോഡ് പാലത്തിനെ കുറിച്ച് ആലോചിക്കണം. നീലേശ്വരം പാലം വരുന്നത് 1900 നിഷ്ഠ ഓർമ്മയിട്ടാണ് 1960കളിലാണെന്ന് തോന്നുന്നു. 58 അല്ലെ, 58. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അന്ന് റോഡിലൂടെ വരാൻ പറ്റില്ല. അപ്പൊ ഇവര് വരുന്ന എങ്ങനെയാണെന്നറിയോ? അവർ റെയിലുമ്മിലെ കൂടിയിട്ടാണ്. അപ്പൊ വണ്ടിയൊന്നും അങ്ങനെ കൃത്യമോ സമയമോ അങ്ങനെ വണ്ടി പോയപ്പോ ഒരു വണ്ടി വന്നാൽ ഒന്നും ആജാതിയാണ്. അല്ലാതെ ഒരു വണ്ടീനെ കാത്തിട്ടൊന്നും സ്കൂൾ പോകുമ്പോൾ നടക്കുള്ളൂ. വണ്ടി കണ്ടാൽ ഒരിക്കലും വണ്ടി കയറും. അപ്പൊ ഏതാണ്ട് സ്കൂൾ അച്ഛൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഏതാണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ഏതാണ്ട് 90% ദിവസവും അവര് നടന്നിട്ടാണ് റെയിൽമേല്. റെയിൽമേല് നടക്കുന്ന ഒരു സൗകര്യം ഉണ്ടെന്ന് പറയാം. ഞാൻ കുറച്ച് കാലം നീട്ടി വെക്കണം. കാരണം ഒരു നമ്മളെ എന്തായാലും പറയാ സ്ലീപ്പർ, ഒരു മരത്തിന്റെ സ്ലീപ്പറിന് അടുത്ത മരത്തിന്റെ സ്ലീപ്പറിലേക്ക് കുറച്ച് അകലോട്ട് ഇത്രയൊക്കെ. അപ്പൊ ഇത് ചാടി അപ്പൊ ഏതെത്തും. അങ്ങനെ സൗകര്യം കൂടി സ്പീഡ് കൂടും നമ്മളറിയാതെ. അപ്പൊ അത്തരത്തിൽ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് അന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. രാജാ സാറിന് നമ്മളെക്കാളും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നല്ല ബോധ്യം ഉണ്ടാവും. പക്ഷെ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് അന്ന് പലരും എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മറ്റേ റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്ക് മറ്റേ കോറത്തുണി കിട്ടുമായിരുന്നു. കോറത്തുണിയിൽ പലരും റേഷൻ ഷോപ്പിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് കോറത്തുണി മേടിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഈ കോറത്തുണിയിലൊപ്പം ചിലപ്പോൾ നമുക്ക് കാക്കി കോറയും കൂടെ കിട്ടായിരുന്നു, ട്രൗസറിലാക്കാൻ പറ്റിയ അല്ലേ. ഇത് നമ്മൾ മേടിച്ചിട്ടാണ് ട്രൗസർ ആക്കല്. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ എന്താ അറിയാം, ആകെ 2 ട്രൗസറേ ഉണ്ടാവും, ഇല്ലെങ്കിൽ 1.5 ട്രൗസർ, ഒന്ന് കീറിയതായിട്ട്. അപ്പൊ 1.5 ട്രൗസറൊക്കെ ഉണ്ടാവുള്ളൂ മിക്ക ആൾക്കാർക്ക്. അപ്പൊ നമ്മളെങ്ങനെ ഇത് ഇടുന്നതെന്ന് അറിയാം. മഴക്കാലത്ത് കർക്കിടകം തന്നെ 3 മാസം തുടർച്ചയായ മഴയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. 3 മാസം തുടർച്ചയായി തുള്ളിക്കൊരു കുടം വീതം വീഴുന്ന കർക്കിടക മാസത്തിലെ മഴയത്ത് ഈ കോറത്തുണിയിലെ കാക്കി ട്രൗസർ എങ്ങനെ ഉണക്കിയെടുക്കും? നമ്മളത് അരി തിളപ്പിക്കുന്ന പാത്രത്തിന്റെ നേരെ വെച്ചിട്ടായിരുന്നു ഉണക്കിയിരുന്നത്. ഇതിലേക്ക് മിക്കവാറും എല്ലാവരും.
അപ്പൊ അത്തരത്തിൽ ദാരിദ്ര്യം, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ബാങ്ക് മാനേജറായിട്ട്, ബാങ്കിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് അച്ഛൻ റിട്ടയറായിരുന്നു. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണമൊന്നും വീട്ടിൽ അത്ര സുഭിക്ഷമൊന്നും അല്ല. 10-12 ആൾക്കാരുണ്ടാവും വീട്ടിൽ. ഈ 12 പേർക്കും ഭക്ഷണം കൊടുക്കണം. ഇതിന്റെ പ്രശ്നം വെച്ചാൽ കുറച്ച് അരി മാത്രം ഉണ്ടായപ്പോഴല്ലോ, അല്ലെങ്കിൽ തൊട്ട് വെക്കാനും വേണ്ടി. അപ്പൊ ഈ തൊട്ട് വെക്കാനൊക്കെ ഉള്ള ഉണ്ടാക്കാനുള്ള പത്രപ്പാട് എൻ്റെ അമ്മയ്ക്ക് ചെറുപ്പകാലത്ത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇത്തരത്തിൽ ദാരിദ്ര്യത്തിൽ വളരുന്ന ഒരു സമൂഹമായിരുന്നിട്ട് കൂടി നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയത്? ഇവിടെയുള്ള തലനരച്ചവര് എല്ലാവരും, ഇല്ലെങ്കിൽ പ്രായം കൂടിയ എല്ലാവർക്കും അറിയാം, നമ്മളെ മക്കളെ നമ്മൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാൻ അനുവദിച്ചിരുന്നില്ല. അവിടെയാണ് അനുവദിച്ചിരുന്നില്ല. അതൊരു വാശിയായിരുന്നു. ഞാൻ അനുഭവിച്ചോന്നും എൻ്റെ മക്കള് അറിയരുത്. അവിടെ നമ്മൾ പഴിച്ചു, അവിടെ നമ്മൾ പഴിച്ചു. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറുപ്പക്കാരികളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ശരിയില്ല എന്ന് നമ്മളെ പോലുള്ള തലനിരച്ചവർക്ക് പറയേണ്ടി വരുന്നത്. നമ്മുടെ തന്നെ പിഴറായിരുന്നു. ഇത് തിരിഞ്ഞു നോക്കി തിരുത്താത്തടത്തോളം കാലം നമുക്ക് വിദ്വാൻ കെ കെ നായരോടൊപ്പം എത്താൻ പറ്റില്ല. കെ കെ നായര് അന്ന് ബന്തെടുക്കയും ബദിയെടുക്കയും മഞ്ചേശ്വരം പൈവളികയും ഉൾപ്പെടുന്ന കുന്നിൻ പ്രദേശങ്ങളിൽ ട്രെയിനിറങ്ങി കാൽനടയായും അന്നത്തെ പരിമിതമായ ബസ്സുകളിലൂടെ സഞ്ചരിച്ച്, എനിക്കിന്ന് ഓർമ്മയുണ്ട്, 80കളില് അമ്മാവൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് അമ്മാവന്റെ ഇതിൽ കുഞ്ചിയിലൊരു സഞ്ചിയില്ല. ആ സഞ്ചിയിൽ ഉറപ്പായിട്ടുണ്ടാവുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു കുപ്പിയിൽ ലേശം വെള്ളം, പിന്നെ ഒരു ചുരുട്ടാണ്. ആ ചുരുട്ടിൽ 2 ചപ്പാത്തി, 2 ഉള്ളിയുടെ കഷ്ണവും, ചിലപ്പോൾ അതിൽ തക്കാളി കൊണ്ട് ഉണ്ടാവുമായിരുന്നു, ഒരു കറി പോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം. അത് ചുരുട്ടി എടുത്തിട്ടാണ് അമ്മാവൻ പോയിരുന്നത്. അത് ഞാൻ പറഞ്ഞത് തെറ്റില്ല, എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ചുരുട്ടിയെടുത്ത ചപ്പാത്തിയും അതിനുള്ളിലുള്ള ഈ ഉള്ളിയുടെ കഷ്ണവും ഈ ഒരു ഗ്ലാസ് ചുക്കുവെള്ളം, നമ്മൾ ചുക്കുവെള്ളം എന്ന് പറയും, പലപ്പോഴും ചുക്കുവെള്ളമായിരിക്കില്ല, ജീരകമുണ്ടായിരിക്കും, ഇതും എടുത്തിട്ട് പലപ്പോഴും പി എൻ പണിക്കലുണ്ടാവും കൂടെ. പി എൻ പണിക്കൽ കിഴക്കരയിലുള്ള രാധികയുടെ അമ്മ വീട്ടിൽ അന്ന് കെ കെ നായർ താമസം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് നെല്ലിക്കാട്ടായിരുന്നു പിന്നീടുള്ള ഒരു 10 വർഷത്തോളം കാലം. അങ്ങനെ ഏതാണ്ട് എൻ്റെ ഒരു കണക്കിൽ ഏതാണ്ട് 15-20 വർഷം ഇതാ കെ കെ നായർ കാഞ്ഞങ്ങാടുകാരൻ തന്നെയായിരുന്നു. അന്ന് കിഴക്കര വീട്ടിൽ പി എൻ പണിക്കൽ മലബാർ എക്സ്പ്രസ് ഇറങ്ങി നേരിട്ട് വരികയും അവിടുന്ന് കുളിച്ച് ഫ്രഷായി 2 ഇഡ്ഡലിയും കഴിച്ച് കെ കെ നായരെയും കൂട്ടി അടുത്ത വായനശാല ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലവും തപ്പി നടക്കുകയും, അതവിടെ പൈവളികയിൽ ഒരു ലൈബ്രറിയിൽ പോയിട്ട് അവിടെയുള്ള പഴയ രജിസ്റ്ററിൽ നോക്കിയപ്പോൾ കെ കെ നായർ ആ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന ഒപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ മുറ്റത്ത് വെച്ചിട്ടാണ് അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ വക്കീൽ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ പോയത്. ഇത്തരത്തിൽ കഷ്ടപ്പാടുകളുടെ നടുവിൽ ജീവിച്ച ഒരു ജീവിതമായിരുന്നു അന്നത്തെ കാലത്ത് എല്ലാവർക്കും. നമുക്ക് ഇന്ന് നമ്മുടെ മക്കളോട് ഈ കഷ്ടപ്പാടിന്റെ കഥ പോലും പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയ ഒരു കാലവും കൂടെ വിദ്വാൻ കെ കെ നായരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് അങ്ങനെ പറയാനുള്ളത്. അപ്പൊ അത്തരത്തില് യാത് രഹ്നാഹെ ദേശം, ഇന്ന് കോക്രോച്ചിന്റെ ആ സമരത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ് യാത് രഹ്നാഹെ ഉത്സവം. ആ കാലം ഓർമ്മയിൽ ഉണ്ടാവണം. ആ ഓർമ്മകളിലൂടെ മാത്രമേ നമുക്ക് കെ കെ നായർ എന്ന അത്രയൊന്നും ചെറുതല്ലാത്ത, ഞാൻ വലിയ മനുഷ്യനെന്നോ മഹാമനുഷ്യനെന്നോ വിഗ്രഹ രൂപം പൂണ്ട മനുഷ്യനെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം ഒരു പച്ചപ്പാവ മനുഷ്യൻ തന്നെ. എന്താണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഈ കാടും കുന്നും മലകളും താഴ്വാരങ്ങളും തോടും ഒന്ന് ആലോചിച്ച് നോക്കും. റോഡില്ല, തോടിനെ നമുക്ക് നീലേശ്വരത്ത് പോലും ഒരു പാലം വരുന്ന 1958. അതിനു മുമ്പ് ഇദ്ദേഹം വായനശാല പ്രവർത്തനമൊക്കെ തുടങ്ങി. അപ്പൊ അന്ന് എങ്ങനെയായിരിക്കും ഒരു പുഴ മുറിച്ചപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി. പലപ്പോഴും ബന്തെടുക്ക പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ബസ് ഉണ്ടാവില്ല. അപ്പൊ തിരിച്ചു വരാൻ ബസ്സില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് വരാൻ പറ്റില്ല. 45 കിലോമീറ്റർ ഉണ്ട് ബന്തെടുക്കുന്ന കാഞ്ഞങ്ങാടൊക്കെ, 45 കിലോമീറ്റർ ഉണ്ട്, നടന്നു വരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും?
കൊളത്തൂർ എന്ന് പറയുന്ന ബന്ദർക്കേർക്ക് കുറച്ച് ഇപ്പത്തുള്ള ഒരു സ്ഥലത്തുള്ള വായനശാലയിലെ ഒരു പ്രവർത്തകൻ എന്നോട് പണ്ട് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അന്ന് അങ്ങോട്ട് പോയ വിദ്വാൻ കേൾക്കാൻ അതിന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കിടക്കുക, അവിടെ നമ്മളെ രാജധാനി ടൂറിസ്റ്റ് ഹോം എയർ കണ്ടീഷൻഡ് ബന്തെടുക്കാം ഉണ്ടോ? 1960 എന്ത് ചെയ്യും? ചായ കുടിക്കാനൊരു ഹോട്ടലില്ല, കാലില്ലാത്ത ബെഞ്ചുള്ള പെട്ടിക്കടകളും വെച്ച് തിന്നാനില്ലാതെ മടിയിൽ വെച്ച് ദോശയോ ഇല്ലെങ്കിൽ ഒരു ഗോളി വലിയൊക്കെ തിന്നാൻ പറ്റുന്ന ഹോട്ടൽ മാത്രമേ അന്ന് ആ പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇദ്ദേഹം എവിടെ താമസിക്കുന്നത്? പലപ്പോഴും ഈ കാലില്ലാത്ത ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയതായിട്ട് അദ്ദേഹം എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇത് അത് നേരിട്ട് കണ്ട് അനുഭവിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞു എൻ്റെ ചെറുപ്പകാലം. അപ്പൊ ഇത്തരത്തിലുള്ള കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ പുതുതലമുറയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് മാത്രമേ അവരെ ചിന്താശേഷിയുള്ള, ഭാവനാശേഷിയുള്ള, യുക്തിഭദ്രതയുള്ള, നല്ല സാമൂഹ്യ വായനാശീലമുള്ള, സാമൂഹ്യ ബോധ്യമുള്ള, സംസ്കാര ബോധ്യമുള്ള ഒരു തലമുറയായി വളർത്തിയെടുക്കാൻ വേണ്ടി പര്യാപ്തമാവുള്ളൂ എന്നും കൂടെ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറുഭാഷണം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വിദ്വാൻ KK നായരുടെ ജീവിതം ഇനിയും നമുക്ക് കൂടുതൽ പ്രചോദനം തരുമാറാകട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.